ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് എനിക്കൊരു ചെറിയ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. അപ്പോൾ അതായത് ഞാൻ കഴിഞ്ഞൊരു ദിവസം വീഡിയോ ഇട്ടില്ല. അപ്പോൾ കുറച്ച് പേര് എന്നോട് ആ ഒരു ദിവസം തന്നെ വന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജസും അതുപോലെ തന്നെ കമൻസിലൊക്കെ എനിക്ക് അത്ര ഫിസിക്കലി സുഖമില്ലാഞ്ഞ കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അത്രത്തോളം വന്നിട്ട് പ്രേയേഴ്സ് ചെയ്യാം, അതുപോലെ ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പോലെ എന്നെ കാണുന്നതുകൊണ്ട് അത്രയും സന്തോഷമുണ്ട്. ഒരാളാണ് അത് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും, എന്നെ സ്നേഹിക്കുന്ന അതേപോലെ നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന, അതുപോലെ കുറേ പേര് പറഞ്ഞിരുന്നു രാത്രി 2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു വീഡിയോ കാണാനായിട്ട് എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക പോസിറ്റീവ് ഫീലിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ളൊരു മൈൻഡ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമുക്ക് സമ്മാനിച്ച ആൾക്കാരോട് നന്ദി പറയേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് ആ ഒരു എന്താ പറയുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലും പോയി എൻ്റെ മനസ്സ് അത്രത്തോളം ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയെക്കുറിച്ച് പറയാം. അപ്പോൾ സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറഞ്ഞത്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 70s മിറാക്കിൾ മാജിക് ആണ്. നമ്മളപ്പോൾ ഇത് കഴിഞ്ഞ് 2 തവണ ചെയ്തപ്പോഴും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ്. എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര പേരാണ് ആ ഒരു സമയത്ത് അവർക്ക് റിസൾട്ട് കിട്ടി. ഒരു ഹോപ്പും ഇല്ലാതെ ചിലവർക്ക് എന്താ പറയുക 10 മാസം 12 മാസം ഒക്കെ ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാർ പോലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞത്, നമ്മളിത് എപ്പോഴെപ്പോഴും ചെയ്യാറില്ല. ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് അനുകൂലമായിട്ട് വരുന്നു എന്ന് തോന്നുന്നൊരു സമയത്താണ് ഞാനത് ചെയ്യാറുള്ളത്. കാരണം അത് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ഒരു സമയം ഒരുപാട് പേർക്ക് ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടത്തി കൊടുക്കാൻ യൂണിവേഴ്സിന് കഴിയും എന്ന് തോന്നുന്നൊരു സമയത്താണ് ഞാനത് ചൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ബുധന്റെ രാശിമാറ്റം കഴിഞ്ഞു, ഇനി വ്യാഴത്തിന്റെ രാശിമാറ്റമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് പോസിറ്റീവായിട്ടും കുറേ പേര് നെഗറ്റീവായിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം നാളെ മാർച്ച് 1 അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ചെയ്യാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു മൈൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട, സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. കാരണം ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് നടക്കില്ല. പിന്നെ ജസ്റ്റ് ഫോർ ഫൺ എന്ന് വിചാരിച്ച് കണ്ടിട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മനസ്സാണ് ഇവിടെ ഏറ്റവും പ്രധാനം, നമ്മുടെ എനർജിക്കാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇത് കാണുമ്പോൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള എനർജി അതിൽ വെച്ചിട്ട് നമ്മളുടെ ആഗ്രഹമാണ് ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വരിക എന്നുള്ളത്. ഇതിന് ഞാൻ കൈ നീട്ടി സ്വീകരിക്കുന്നു, ഞാനത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, എനിക്കിത് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ആദ്യം നമ്മുടെ മൈൻഡിന് ഉണ്ടാവണം. എങ്കിലും അത് എല്ലായിടത്തേക്കും അത് സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ ആ ഒരു തോട്ടിൽ കാണുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർക്കും കാണാൻ നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു നിങ്ങളുടെ പേഴ്സൺ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചിന്തിക്കുക. അതേപോലെ തന്നെ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഞാനിവിടെ ഷഫിൾ ചെയ്യുന്ന സമയത്ത് അവരുടെ പേര് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഫെബ്രുവരി 29 ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് നിങ്ങൾ 2 മാസത്തിന് ശേഷമാണ് ഇത് ഇന്ന് കാണാൻ പറ്റാത്ത ആൾക്കാർ അപ്പോഴാണ് ഇത് കാണുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം പോസിറ്റീവാക്കി, അതായത് നിങ്ങളുടെ ഓറയിൽ നെഗറ്റീവ് എനർജി അല്ല വന്ന് ചേരേണ്ടത്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓറയിൽ കൂടി ആ ഒരു എന്താ പറയുക ബ്ലോക്ക് വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിൻ്റെ ദൃഷ്ടി പതിയാണ്. അപ്പോൾ അതിന് ഇട കൊടുക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും ഇതിനു വേണ്ടി മാത്രമല്ല, എപ്പോഴാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടാൻ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ളവരോടൊന്ന് ഹാപ്പി ആയിട്ട് സംസാരിച്ച് നോക്കും, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് നമ്മൾ കാരണം സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അതും വലിയ സന്തോഷമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരെ ഒരുപാട് പേര് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ചാനലല്ല അല്ലാതെ ഞാൻ പറയാണ്,
നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓരോരുത്തർ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് ചെയ്തും ഒക്കെ അവർ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവരൊന്ന് താത്തി കെട്ടിയേക്കാം. ഇത് ഇടുമ്പോൾ ഇവർക്കൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു സന്തോഷമാണ് കിട്ടുന്നത്, മറ്റുള്ളവരെ ഒന്ന് മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് നെഗറ്റീവ് എനർജി വന്ന് നിറയുകയാണെന്നുള്ളതാണ്. അതേസമയം ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും പറയാനും ശ്രമിച്ചു നോക്കും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണ്. ഓക്കെ ഫൈൻ, സ്പിരിച്വൽ യൂണിയൻ, ആ ഒരു കാർഡ് തന്നെയാണ് വന്നത്. നമുക്ക് ടാരോ ഡെക്സ് ഒന്ന് അടുത്ത് നോക്കാം. Okay, 10 of Wands, 8 of Pentacles, King of Pentacles, the Tower, Ace of Cups, 3 of Wands, Queen of Swords, 3 of Cups, the Hierophant, 6 of Swords, the Moon, 4 of Cups, King of Swords, and last one, 4 of Wands, and bottom 2 of Wands, and soulmate card ആണ് 2 of Cups. ഓക്കെ, നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, സ്പ്രെഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ രണ്ടുപേരുടെയും എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരേ കണക്കിനുള്ള എനർജീസാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അല്ലാതെയുള്ള കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലീജിയൻ വൈസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ബ്യൂട്ടി, അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിന്, നിങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടറിന് ചില സിമിലാരിറ്റീസ് ഉള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതേപോലെ തന്നെ രണ്ടിൽ ഒരാൾ തീർച്ചയായിട്ടും സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഡിവോഴ്സിയോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയോ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഉള്ള വ്യക്തികളായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാവാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ മെച്ചുവറായിട്ട് കാണുന്ന രീതിയിലുള്ള രണ്ട് വ്യക്തികളാണ്. അത്രയും എന്താ പറയുക, കുട്ടിക്കളിയായിട്ട് കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും പല കാര്യങ്ങളിലും പല എന്താ പറയുക ഒരു നിശ്ചിതമായിട്ടുള്ള തീരുമാനങ്ങളും ചോയ്സസും ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഈ എനർജിയിലുള്ള രണ്ട് വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളത് 100% ഷുവറാണ്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ്
ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിർത്തിയത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് കുറച്ചത് വന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ നിങ്ങൾക്കിടയിലേക്ക് വന്ന് കയറിയിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി സാന്നിധ്യം തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം വിശ്വാസക്കുറവ്, തർക്കങ്ങൾ, പിന്നെ ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മളിപ്പോൾ രണ്ടുപേരെടുക്കുമ്പോൾ ഒരാൾ വളരെയധികം സോഫ്റ്റും ഒരാൾ കുറച്ച് പരുക്കനുമാണെങ്കിൽ അത് പിന്നെയും അതവിടെ ഒത്തുപോകും. പക്ഷേ രണ്ടുപേരും ഏകദേശം ഒരേപോലെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേർക്കും അവിടെ താഴാനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അത്രത്തോളം ഈഗോ ഹേർട്ട് ചെയ്യും രണ്ടുപേരെ. അല്ലെങ്കിൽ അത്രയും ഒരു സാഹചര്യം വരുമ്പോൾ മേ ബി നിങ്ങൾ താന്നു കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്കും നിങ്ങളുടെ ഈഗോയും അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ നിങ്ങൾക്ക് വലുത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷെ നിങ്ങളൊട്ടും മോശമുള്ള വ്യക്തികളാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് വാല്യൂ കൊടുക്കാത്തവരാണെന്ന് ഞാൻ പറയില്ല. കാരണം അതെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം കറക്റ്റായിട്ട് തിരിച്ചു കിട്ടണം, അതിലൊരു ചതിവും വഞ്ചനയും പാടില്ല എന്നുള്ളൊരു പിടിവാശിയൊക്കെ നിങ്ങൾക്കുണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ പോസസീവ് ആയിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ മറ്റൊരു രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, അവരെ ചോദ്യം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ബോൾഡായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു സെപ്പറേഷനിലേക്ക് എത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകരുത് എന്ന് കരുതിയിട്ട് നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു അഭിമാനം അല്ലെങ്കിൽ അത് മാറ്റി വെച്ച് നിങ്ങൾ ഇവരോട് അപേക്ഷിക്കുക ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടാവണം. കാരണം ഇതിനകത്ത് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്തത് മുഴുവൻ നിങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ തുടക്കത്തിൽ രണ്ടുപേരും മേ ബി ഒരേപോലെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇത് ഇപ്പോഴുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകരുതെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കാർഡ് തന്നെ ഒരു എന്താ പറയുക 10 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അതേപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ടോട്ടലി ഫെഡപ്പായി, അത്രയും ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതും എന്നിട്ടും വിടാതെ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും തളർന്നു പോയി, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഇനി ചെയ്യാനായിട്ട് ഒന്നും ബാക്കിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതി നിങ്ങൾക്കറിയുമോ ആ ഉള്ള വഴികളിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരിക്കലും നിങ്ങൾ ആ ഒരു നെഗറ്റീവിലേക്ക് പോകാതെ എന്തെങ്കിലും ഇത് ശരിയാവും എന്നുള്ള ഒരു ഹോപ്പിൽ പിടിച്ചു നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നിങ്ങളിത് വേണ്ട, അല്ലെങ്കിൽ ഇനി എനിക്കിത് വേണ്ടെന്ന് മനസ്സുകൊണ്ട് തീരുമാനം എടുത്താലും അപ്പം തന്നെ നിങ്ങൾ കറക്റ്റ് വീണ്ടും തിരിച്ച് ഇതിനകത്തേക്ക് വരും. അതായത് എനിക്ക് ഇത് വിട്ട് കളയാൻ പറ്റില്ല, ഇതിൽ ഞാൻ അങ്ങനെ വിട്ടു പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ വീണ്ടും നമ്മൾ ഈ പൂച്ചനെ കൊണ്ട് കളയുന്ന കാര്യം പറയുന്നില്ല, നിങ്ങൾ വീണ്ടും പിന്നെ തിരിച്ച് എവിടെയാണോ നിങ്ങളുടെ പ്ലേസ് അവിടെ തിരിച്ചെത്തും. ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇതൊരു ദിവസം വൺ ഡേ ഇത് ശരിയാവും എന്നുള്ളൊരു ഹോപ്പിലാണ് ഇതിനകത്തുള്ള എനർജിയിലുള്ള വ്യക്തികൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജീസ് ഈ തരത്തിലുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾ വെറും എന്താണ് കാര്യങ്ങൾ ജസ്റ്റ് റീഡിങ് കാണാനുള്ള ഇഷ്ടം കൊണ്ട് കാണുന്നതാണോ എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഇവിടുത്തെ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഇഷ്ടവുമുണ്ട്, അല്ല എന്താ പറയുക, അവരോട് ഒരു ബഹുമാനം നിങ്ങൾക്കുണ്ട്. അവരെ ഇത്രയും ഉള്ളൊരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അകന്നു പോയിട്ടും നിങ്ങൾ അവരെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് മോശം പറയാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏതൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാലും സെറ്റ് ആവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഫൈനൽ ചോയ്സ്, ഇതിന് പകരം ഇനി ആരും വന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് എപ്പോഴും ഹാർഡ് വർക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പ്രാർത്ഥനകൾ, വഴിപാടുകൾ, പൂജകൾ, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഡൻ ഡിസ്ട്രക്ഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതും ഒരു തേർഡ് പാർട്ടി കൊണ്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു രണ്ടുപേരും ഒരു എന്താ പറയുക ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഏകദേശം ഒരേപോലെ ചിന്തിച്ചിരുന്ന രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ ഒരേപോലെ സ്നേഹം പങ്കുവച്ചിരുന്ന രണ്ട് വ്യക്തികളുടെ ഇടയിലേക്കാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു നിഴൽ വന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിസ്ട്രക്റ്റ് ആയിരുന്നു, അത് തകർന്നു എന്നുള്ളത് തന്നെ പറയാം. കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ട് വരെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി
ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് കരുതിയിട്ട് ചിലപ്പോൾ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടാവാം. നിങ്ങളും ചിലപ്പോൾ ഒരുപാട് സഹിച്ച് മനസ്സുകൊണ്ട് ഇനി ഇതിനൊരു വാല്യൂ ഉണ്ടാവാൻ പോകുന്നില്ല, ഇനി ഞാൻ കാത്തിരുന്നിട്ട് അർത്ഥമില്ല എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെയാണ്, നിങ്ങളപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് മാറ്റും. കൂടി വന്ന ഒരു ദിവസം നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുമായിരിക്കും, വീണ്ടും നിങ്ങൾ ഇതിനകത്തേക്ക് കറങ്ങി തിരിഞ്ഞു വരും. പക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇത് കഴിഞ്ഞു, ഇതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് ചിന്തിച്ച് ഇതിൽ നിന്ന് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. കാരണം ഇവര് എന്ന് പറയുമ്പോൾ വളരെ പ്രാക്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ ഇതൊന്നും വിട്ട ഒരു കളിയും അവരുണ്ടാവില്ല. അപ്പോൾ മനസ്സുകൊണ്ട് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി താഴാനൊന്നും അവർക്ക് കഴിയില്ല എന്നുള്ള എനർജിയിലുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഇവർ വളരെ പ്രൊട്ടക്റ്റീവായിരിക്കാം, വളരെ നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളും അതുപോലെ തന്നെ തിരിച്ച് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളിൽ ഒരാൾ സിംഗിളും ഒരാൾ കമ്മിറ്റഡും ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടാവാം. കാരണം ഒരാളുടെ എനർജി സിംഗിൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഇതിനെ സറണ്ടർ ചെയ്ത് നിൽക്കുന്നു. മറ്റൊരാൾ കമ്മിറ്റഡ് ആകുമ്പോൾ അയാൾക്ക് അവിടെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതിനിടയിൽ വരുമ്പോൾ ഈ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിക്ക് ഇത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അത് നിങ്ങൾ മാത്രം അതിനകത്ത് പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാം. അപ്പം ഇതിനകത്ത് ആ ഒരു എനർജി ടൈപ്പുള്ള ഒരു ആൾക്കാരെ ഏകദേശം ഒരു 50-60% ആൾക്കാരും അങ്ങനെയുള്ള വ്യക്തികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫാമിലീസൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു രീതിയിൽ ഒരാൾ അത്രയും ഒന്നില്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ ഡിവോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയായിരിക്കാം, അത്ര ഇതില്ല. ഒരാൾ ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വ്യക്തിയുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇവിടെ നന്നായിട്ടുണ്ട്. നമുക്കിവിടെ ഈ മൂൺ കാർഡും അറിയാം. കാരണം നിങ്ങളുടെ പേഴ്സൺ എത്രയൊക്കെ ഒരു ബോൾഡാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ നിങ്ങളിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് വളരെ ഒരു ആൻസൈറ്റി ഫിയർ ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അവരത്രത്തോളം ടെൻഷനായിട്ടുണ്ട്. പക്ഷെ ഇവർ ആരോട് കാണിക്കില്ല, അവരുടെ നേച്ചർ വെച്ചിട്ട് അവർ ഇനിയിപ്പോൾ ഇതിന് എന്താണ് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് പലപ്പോഴും ഈ ഒരു വ്യക്തി ദുഃഖിച്ചിരുന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, വെയിറ്റിംഗ് കാർഡാണ്. അപ്പോൾ അതുപോലെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് അനുകൂലമായിട്ടുള്ള സമയം വരട്ടെ, അതിന് വേണ്ടിയിട്ട് അവർ ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അത്രത്തോളം മനസ്സുകൊണ്ട് അകന്നു പോയിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മൂവ് ചെയ്ത് തന്നെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇവരുടെ മനസ്സിൽ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യം ഓർക്കുമ്പോൾ നിരാശ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, എവിടെ തിരിഞ്ഞാലും ഇവരായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട്, ചിലപ്പോൾ ഇയേഴ്സായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ യാതൊരു ഇതുമില്ലാതെ ഇങ്ങനെ കെട്ടുകിടക്കുന്ന രീതിയിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്നുള്ള രീതിയിലുള്ള പേഴ്സൺസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സ്നേഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിനുള്ളിൽ നിങ്ങൾക്ക് അറിയാം പരസ്പരം. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരേ സ്വഭാവമുള്ള വ്യക്തികളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം പരസ്പരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ രണ്ടുപേരോടും ഉള്ള ആ ഒരു കെയറും സ്നേഹമൊക്കെ അത്രത്തോളം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നതും തീർച്ചയായിട്ടും ഇവർ ഈ ഒരു എന്താണ് പ്ലാനിങ് നടപ്പിലാക്കി വരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സമയം നോക്കി വരണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്നതും നമുക്കറിയാം അടുത്ത കാർഡ് എന്ന് പറയുന്നത് 2 of Cups ആണ്. നിങ്ങളിലേക്ക് തന്നെ വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ടു നിന്ന സമയത്ത് ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ നിങ്ങൾ പിരിഞ്ഞു പോയത് ആ ഒരു കാര്യം സെറ്റാക്കി എടുക്കട്ടെ, അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നൊന്ന് റിക്കവർ ആയതിനു ശേഷം ഞാൻ വരാം എന്നൊക്കെയുള്ളൊരു എനർജിയാണ്. അതായത് ഇവർക്ക് വിഷമമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരതിനു വേണ്ടി ക്ഷമിക്കാനും കുറച്ചും കൂടി നിങ്ങളെക്കാളും കുറച്ചും കൂടി ക്ഷമിച്ചിരിക്കാനും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കഴിയും, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു ക്ഷമിച്ച് കാത്തിരുന്നത്. പക്ഷെ ഇപ്പോഴുള്ള നമുക്കിപ്പോൾ ഇവിടെ ലാസ്റ്റുള്ള കാർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൂൺ, 4 of Cups, ഈ ഒരു എനർജീസ് ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് മാറി ഒരു സ്ട്രോങ് ആവണം എന്ന് ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു മൈൻഡ്, അവർ എല്ലാവരോടും ഈ ഒരു രീതിയിലാണ് പെരുമാറുന്നത് എന്നല്ല, പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു
ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെയൊക്കെ നമുക്ക് മനുഷ്യന് പലതരത്തിലുള്ള ചിന്തകൾ വരാം. അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല, മറ്റൊന്നിലും അവർക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല, അവരെവിടെയാണെന്നുള്ളതെങ്കിലും അവർക്കൊരു സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അതിൽ നിന്ന് അവർ പതിയെ എന്താ പറയുന്ന ഈ ഒരു കിങ് ഓഫ് സോർട്സിന്റെ എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി ബോൾഡായിട്ട് എന്തിനേയും ധീരമായിട്ട് നേരിടാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു പ്ലാനിങ് എല്ലാ കാര്യങ്ങളും കാണാം. നിങ്ങളിലേക്ക് എത്രയും വേഗം ഓടി എത്താനായിട്ടാണ് അവർ നോക്കുന്നത്. നമുക്ക് ഇവിടെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ 4 ഓഫ് വൺസ് ആണ്. ആ ഒരു 11-11 കൺസെപ്റ്റ്, ട്വിൻ ഫ്ലെയിം കൺസെപ്റ്റ്, ഈ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു ജോയ്ഫുൾ സെലിബ്രേഷൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു ആഘോഷമാക്കാവുന്ന ഒരു റീയൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്താ പറയാ, കുറെ നാളുകളായിട്ടുള്ള ഒരു അകൽച്ച ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായിട്ടുണ്ട്. ചിലവരുടെ കുറേ മാസങ്ങളായിട്ടുണ്ടാവും, ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ളവരും ഉണ്ടാവും. 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് ഇതേ ഒരു സെയിം ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം കൂടുതലും. കാരണം ആ ഒരു തരത്തിലാണ് നിങ്ങൾ ആ ഒരു കാലത്തിനൊന്നും നിങ്ങളുടെ ആ ഒരു ഇഷ്ടം കളയാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ നമ്മൾ പറയും ഇത്ര സമയം കഴിയുമ്പോൾ പതിയും നമ്മളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുണ്ട്, അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും അത് പതിയെ മറന്നു തുടങ്ങും. കണ്ണകന്ന മനസ്സകന്നു എന്ന് പറയുന്നത് പോലെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് അതൊട്ടും വന്നിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ, എവിടെ വെച്ചാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ബ്രേക്കേജ് വന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇങ്ങനെ ഒരു സെപ്പറേഷനിലായത്, സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ അതേ മൈൻഡിലാണ്. അതിനിടയിൽ നിങ്ങളുടെ ഇടയിൽ കൂടി കടന്നു പോയിട്ടുള്ള ദിവസങ്ങളൊന്നും നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. സ്റ്റിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു അതേപോലെ ഇഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളെ കുറച്ച് പരിഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഒരു കാലം, നിങ്ങൾ വേണ്ടി കാത്തിരുന്ന ആ ഒരു കാലം നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ഫർമേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനും നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു പേഴ്സണും തിരിച്ചു പോയി, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവർ വീണ്ടും ഇതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമാവാം. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ കാണുന്ന ഒരു സ്പ്രെഡാണ് ഇതിനകത്ത്. നമുക്കിവിടെ ഒറാക്കിളും ആ ഒരു കാര്യം തന്നെയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന 4 ഓഫ് വാൺസ് എനർജി, പിന്നെ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്ന അതിനകത്ത് വരുന്ന ആ ഒരു സോൾമേറ്റ് എനർജി, എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടിലൊരാൾ അത്രത്തോളം ശക്തമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു, സ്നേഹിക്കുന്നു, മറ്റേ ആളെയും അവിടെ തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒരു 7 ദിവസമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് ഒറാക്കിൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ 2 കാർഡ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. രണ്ടും യൂണിയനെ കുറിക്കുന്ന കാർഡുകളാണ്. അതായത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ ഈ നമ്പർ 6 നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരുന്നു. നിങ്ങളുടെ ഫിസിക്കലായാലും സ്പിരിച്വലായാലും ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തുലിതാവസ്ഥ, എന്താ പറയുക, ഒരു ഹാർമണി, ബാലൻസ്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. അതേപോലെ തന്നെ സ്പിരിച്വൽ യൂണിയൻ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം ആയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വഴക്കിട്ടത് അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് അങ്ങനെയല്ല, കുറച്ചധികം നാളുകളായിട്ട് മനസ്സിൽ ഈ ഒരു വിഷമം കൊണ്ടു നടന്ന് പെയിൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. എന്നെങ്കിലും ഇത് ശരിയാവും, എന്നെങ്കിലും ഇതിനൊരു മാറ്റം വരും എന്ന് വിചാരിച്ച് ഇതിലേക്കായിട്ട് പ്രാർത്ഥനകളും നേർച്ചയും നടത്തി കാത്തിരിക്കുന്ന ആ ഒരു പേഴ്സണാണ് ഇതിനകത്തുള്ള നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്കാണ് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അരിയിലേക്ക് കൊണ്ടുവന്ന് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് കാണുമ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരിക, നിങ്ങളുടെ ആ ഒരു നല്ല മൊമെന്റ്സ് കൊണ്ടുവരിക, അവരുടെ നെയിം പറയുക. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ നിങ്ങളുടെ എനർജീസ് ഇതൊക്കെ മാച്ച് ആവുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിലായിട്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും ഇവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മുഖം തന്നിട്ടുണ്ടാവില്ല. ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ ഇവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടാവാം.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? പ്രധാനമായിട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഇത് ശരിയാവും എന്ന് വിചാരിച്ച് ആ ഒരു ഉറച്ച ബോധ്യത്തിൽ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഒരു കോണ്ടാക്റ്റോ ഒരു കമ്മിറ്റ്മെന്റോ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് എന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉള്ള ടൈം നിങ്ങൾക്കായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇവർ വരും എന്നുള്ളതാണ്. ഇവർ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഉറച്ച കാൽവെപ്പോടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും ആ ഒരു പ്ലാനിങ് നടത്തി ഇവരെത്തും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അത്രയും ആഹ്ലാദമായിട്ടുള്ള, നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സെലിബ്രേഷനിൽ പോയി പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അത്രയും ആഹ്ലാദകരമായിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം നിങ്ങൾ ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു പേഴ്സന്റെ വരവോടുകൂടി എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഓവറോൾ എനർജി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ക്ലൂസും കൂടി നിങ്ങൾക്ക് മാച്ച് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ടുള്ള ടൈം ആണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടത്തുക. ഞാൻ കമൻസിലൊക്കെ കാണാറുണ്ട്, അയ്യോ എനിക്ക് അയാളെ വേണ്ട, എനിക്ക് അയാളെ ഇഷ്ടമൊന്നുമല്ല, ഞാൻ പിന്നെ വെറുതെ കാണാണ്, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് വരണ്ട, അയാൾ ഒരിക്കലും വരണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ചെറുതായിട്ടെങ്കിലും ഇവർ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വരണ്ട എന്ന് കമൻസിൽ എഴുതി വെക്കേണ്ട. കാരണം ആ എഴുതുന്ന റിട്ടേണും ആയിട്ട് നമ്മൾ എഴുതുന്ന കാര്യത്തിന് കൂടുതൽ പവറാണ്. അതവിടെ ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ അതാണ് ശരി, ഓക്കെ, വേണ്ട വരണ്ട എന്നുള്ള ഒരു തീരുമാനം അവിടെ യൂണിവേഴ്സിനും കിട്ടുകയാണ്. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ക്ലെയിം ചെയ്യുക. ഈ ഒരു പേഴ്സൺ വരും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യം വളരെ എന്താ പറയുക, കാലങ്ങളായിട്ട് ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന, അതേപോലെ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടും നിങ്ങളെ ഒരു സാഹചര്യത്തിനും തളർത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം അതേപോലെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു പേഴ്സൺസിനാണ് ഇവിടെ നമ്മൾ ഒരു യൂണിയൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ ക്ലൂസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അക്വേറിയസ് ആണ്. ഇവിടെ ലൈറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഞാനിതൊക്കെ സ്പ്രെഡൊക്കെ നിരത്തി വെച്ച് ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ലൈറ്റിന്റെ ഇഷ്യൂ വരാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ലെറ്റർ ബി ആണ്. തൃശ്ശൂർ. നമ്പർ 23 ട്രിവാൻഡ്രം. ലെറ്റർ ഡി August month. Number 4 18. Number 15. Number 22 Kottayam. March month. Letter J. Number 25 Ernakulam. Letter E. I. Number 7. നമ്മൾ ഈ 7 days എടുക്കുമ്പോൾ എപ്പോഴും എന്താണെന്നറിയില്ല, ഒരു 7 വരും. C. Number 1 U. Number 11. Number 30 എന്ന് പറഞ്ഞാൽ 30 ആണ് കേട്ടോ. Number 27 Sagittarius. September month. ആലപ്പുഴ. Taurus. Letter A and the last one letter O.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവോ, അതേപോലെ തന്നെ ക്ലൂസിൽ നിങ്ങളുണ്ടോ, പിന്നെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ വേറെ ഒരു ഇതിലേക്കും പോവാതെ ഇവർക്കായിട്ട് തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നോ, പ്രാർത്ഥനയോടുകൂടി ഇവർ വരും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങൾ കമൻസിൽ എഴുതുക. നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെ കമൻസിൽ എഴുതിയത് ക്ലെയിം ചെയ്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും എത്രയും വേഗം ആ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അതിന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൺഫർമേഷനായിട്ട് ഒറാക്കിൾ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിനുള്ളത് നടക്കും എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാർഡാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളും പിന്നെ ചിന്തിക്കേണ്ടി വന്നാണ്. ഇത് നമുക്ക് ആ കണ്ണം പൂട്ടി പറയാം, നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടക്കും. ആ ഒരു 7 ഡേയ്സിനകത്ത് നിങ്ങളിൽ ഒരു യൂണിയൻ ഉണ്ടാവും എന്നുള്ളൊരു സിമ്പിൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെയുള്ള ഇവിടെയുള്ള സ്പ്രെഡും പറയുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ആരൊക്കെ വിചാരിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഊരിപ്പോരാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് യൂണിയൻ എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഗ്രഹങ്ങളുടെ ചേഞ്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, അതേപോലെ കുറച്ച് പേർക്ക് നെഗറ്റീവ് ആയിരിക്കാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫലം അനുസരിച്ച് കയറി ഇറങ്ങിയിരിക്കും എന്നുള്ളതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.